സർ, അഞ്ജനിക്ക് ബോധം വന്നിട്ടുണ്ട്. ഭയപ്പെടണ്ട, ബാഹ്യമായ മുറിവൊന്നും കാണുന്നില്ല. പക്ഷേ തലയടിച്ച് വീണതിനാൽ നിസ്സാരമായി കാണാനും കഴിയില്ല. ചിലപ്പോ അരമണിക്കൂറിൽ രോഗിക്ക് കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ പിന്നീട് തലച്ചോറിനുള്ള ബ്ലീഡിങ്ങോ സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. CT സ്കാൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് MRI ചെയ്യാം. സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടുന്നവരെ അഞ്ജനെ ഇവിടെ ഒബ്സർവേഷനിൽ വെക്കുകയാണ്. ശരി ഡോക്ടർ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ശരി. താങ്ക് യു ഡോക്ടർ. ഓക്കെ. എന്തായാലും ബോധം തെളിഞ്ഞല്ല, ആശ്വാസമായി. അത്ര വലിയ വീഴ്ചയൊന്നും ആയിരുന്നില്ല. ഞാൻ സ്റ്റേഷനിൽ പോവാതിരിക്കാനുള്ള അവളുടെ ശ്രമത്തിനിടയിൽ പറ്റിയതാ വല്യമ്മാവ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഞാനൊന്ന് പോയിട്ട് വരാം. ഏയ്, എത്ര എമർജൻസി ആയാലും ഞാൻ നിന്നെ വിടില്ല. എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാ. നീ പോയ ഭവാനി പറയാൻ പോകുന്നത് ഞാൻ മനഃപൂർവ്വം നിന്നെ ഒഴിവാക്കിയെന്നാ. അഞ്ജനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ പറയൂ. കൊല്ലാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല. എനിക്കറിയാം ഒരു പോലീസ് ഓഫീസറുടെ ഉത്തരവാദിത്വം. നിന്റെ വല്യമാവനോട് നീ കൂടെ നിന്നേ പറ്റൂ. ഓക്കെ വല്യമാവ, നമുക്ക് റൂം ചോദിച്ചാലോ? വൈകിയാലോ? ഭൂമി, എന്താ ഇപ്പോ? അജയ് സാർ എത്തിയോ? എത്തിയില്ല, വരുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അച്ഛൻ എഴുതിയൊരു കത്ത് കിട്ടി, അത് ഏൽപ്പിക്കാനാ. ഇരിക്കെ, സാറ് ഇപ്പൊ എത്തുമായിരിക്കും. ചായ വല്ലതും വേണം? ബാലേട്ടൻ എന്താ ചായക്കട തുടങ്ങിയോ? അതല്ല, നൈറ്റ് ഡ്യൂട്ടിക്ക് നിൽക്കുന്നവർക്ക് ചായ വേണമല്ലോ. അതിനിവിടെ ഒരു കെറ്റിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്യാം. എത്ര എണ്ണം വേണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സാർ എന്നെ മറന്നോന്നറിയില്ലല്ലോ. അങ്ങനെ വരില്ല. അങ്ങോട്ട് വിളിച്ച് ചോദിക്കാനും പറ്റില്ല. ചോദിച്ചാ എവിടെ ഇട്ടാ ചൊറിയാൻ വരുന്നെന്ന് പറയാനും പറ്റില്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. പിന്നെ ബാലൻ സാറേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആരോ ഒരാള് എന്നെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി. ഇടയ്ക്ക് ഞാൻ വഴി മാറിയാ വന്നത്. പുറത്തേക്ക് നോക്കിയോ? സാറേ, റോഡ് സൈഡിൽ ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ആണോ? ഞാനൊന്ന് നോക്കട്ടെ. അതെ, ഇനിയിപ്പോ ഞാൻ സാറിന്റെ വീട്ടിൽ പോയി കണ്ടോളാം. നാളെ രാവിലെ എനിക്കൊരു യാത്രയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് കൊടുക്കണം. ശരി ശരി. ഞങ്ങളവിടെ നോക്കി, പക്ഷെ ആരും കണ്ടില്ല. സാരില്ല, ഞാൻ റൂട്ട് മാറ്റി പൊയ്ക്കോളാം.
അഞ്ജനയ്ക്കൊപ്പം ഭവാനിക്കും കൂടി ഒന്ന് പോകായിരുന്നില്ലേ? അപ്പോ അങ്ങനെ തോന്നിയില്ല. ഞാൻ ചെല്ലേണ്ട ആവശ്യമില്ലാന്ന് പിന്നെ അജയും പറഞ്ഞു. പോവേണ്ടതായിരുന്നു എന്നും ഇപ്പൊ തോന്നുന്നു. ആ പോട്ടെ, ഏതായാലും സത്യദാസും അജയൊക്കെ ഉണ്ടല്ലോ, പിന്നെ പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഞാനിതൊന്നും കണ്ടില്ല. എന്താ സംഭവിച്ചത്? തെന്നി വീണതാണോ മോളെ? വീഴുന്ന ശബ്ദം കേട്ടിട്ടാ ഞങ്ങൾ അങ്ങോട്ട് ചെന്നേ. അപ്പൊ അവക്ക് ബോധമില്ല. അജയും അഞ്ജനയും കളിയും തമാശയായിട്ട് വരികയായിരുന്നു. അവർക്ക് പരസ്പരം ഇപ്പൊ ഇഷ്ടമാണല്ലോ. അജയ് പോയപ്പോ അവള് ഭയന്ന് കൈകൊണ്ട് കാണിച്ചു. ആ സമയത്താ കാല് തെറ്റി വീണത്. അതാ ഉണ്ടായത്. ഓ, ആ മാധവ, ഒന്ന് സത്യനെ വിളിക്ക്. അത് ഞാനിപ്പം കുറച്ചു മുന്നേ വിളിച്ചതാ, അളിയൻ എടുത്തില്ല. ഓ, ഒന്നുകൂടി വിളിച്ചാ നിന്റെ ഫോൺ കേടാവുകയൊന്നും ഇല്ലല്ലോ. ഒന്ന് വിളിക്ക് മാധവ. അളിയനാ? ആ നോക്ക. എന്താ അളിയാ? ഭയപ്പെടാനൊന്നുമില്ല. വിരലിന് ചെറിയൊരു സ്ക്രാച്ച്. ടെസ്റ്റൊക്കെ ചെയ്തു, എല്ലാം നോർമലാ. അമ്മയോടും ഭവാനിയോടും ഒന്ന് പറഞ്ഞേക്കണം. എല്ലാരും ഓരോരോ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് താമസിക്കും. ശരി ശരി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. സത്യം എന്താ പറഞ്ഞത്? അമ്മേ, ഒരു പ്രശ്നവുമില്ല. ഓ ഭഗവാൻ കാത്തു. വേറെന്തെങ്കിലും? വിരലിൽ ചെറിയൊരു സ്ക്രാച്ച്, അതത്ര കാര്യമാക്കണ്ട. അല്ല, അജയ് എവിടെ ഉണ്ടല്ലോ അല്ലേ? അത് ഞാൻ ചോദിക്കാൻ വിട്ടു. അവനെവിടെ ഉണ്ടാവും. അല്ല, ഒന്ന് വിളിച്ചു ചോദിക്കോ? എന്റെ ഒരു സമാധാനത്തിന്. ഓ സംഗീതേ, ഒന്ന് വിളിച്ച് ചോദിക്ക്. അവിടെ സമാധാനത്തിന് വേണ്ടിയല്ലേ, അതുകൂടെ ചോദിച്ചേരേ. ഒന്ന് വിളിക്ക്. അളിയ, ഒരു കാര്യം ചോദിക്കാനാ. അജയ് അവിടെ ഉണ്ടല്ലോ അല്ലേ? അജയ് ഇവിടെ ഉണ്ട്. അവനെന്തോ അത്യാവശ്യം കൊണ്ട് സ്റ്റേഷൻ വരെ പോണോന്ന് പറഞ്ഞു. ഞാൻ വിട്ടില്ല. ശരി ശരി. അജയ് അവിടെ തന്നെ ഉണ്ട്. സ്റ്റേഷനിൽ എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടും അളിയൻ വിട്ടില്ലാത്ര. സമാധാനമല്ലോ. ആരാ മോളെ ഒന്ന് നോക്കിയേ. ആഹാ, ഭൂമിയോ? അമ്മേ, ഭൂമിയാ? വാ മോളെ. ആഹാ, ഭൂമി വാ മോളെ. മോളെ, മോളുടെ സങ്കടമൊക്കെ മുത്തശ്ശിക്കറിയാം. ദൈവം ഓരോന്ന് തീരുമാനിച്ചിട്ടാ മോളെ നമ്മളെയൊക്കെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ആദ്യം വിളിക്കും അല്ലേ മുത്തശ്ശി? അച്ഛനെ കൊലപ്പെടുത്താൻ പറഞ്ഞവര് ദുഷ്ടജന്തുക്കള്. അവര് ജീവിച്ചുകൊണ്ടിരിക്കും. അതാരായിരുന്നാലും ഒരു ദിവസം പിടിക്കപ്പെടും മോളെ. നിയമം അവരെ തൂക്കിക്കൊല്ലും, ജനങ്ങൾ അവരെ തല്ലിക്കൊല്ലും. അല്ല മോളെ, അമ്മയെ പോയി കാണാറുണ്ടോ? മോളെന്തെങ്കിലും കഴിച്ചോ? ഒന്നും വേണ്ട. ഞാൻ അജയ് സാറിനെ ഒന്ന് കാണാൻ വന്നതാ. സ്റ്റേഷനിൽ ചെല്ലാന്നാ പറഞ്ഞത്. അവിടെ സാർ എത്തിയിട്ടില്ല. ഒരു കേസിന്റെ കാര്യത്തിനായിരുന്നു. അവൻ വരാൻ വൈകും മോളെ. എന്നാ ഞാൻ പിന്നെ കണ്ടോളാം. മുത്തശ്ശി, ഞാൻ പോവാ. ശരി മോളെ. അല്ല, മോളെ എങ്ങനെയാ വന്നത്? എന്റെ സ്കൂട്ടറിലാ. സൂക്ഷിച്ചു പോണേ മോളെ, രാത്രിയാ. ഭൂമി,
എല്ലാ ദുഃഖവും ഒരു ദിവസം മാറും. അല്ല, എന്തായിരുന്നു അജയെ കാണാനുള്ള കേസ്? അത് അമ്മയെ രക്ഷിക്കാനുള്ളൊരു കത്ത അച്ഛൻ എഴുതിയതാ. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ ആ കത്ത് സഹായിക്കും. അല്ല, ആ കത്ത് ഞാൻ കൊടുത്തോളാം 2 ദിവസം കഴിഞ്ഞിട്ട്. അല്ല, 2 ദിവസം ഒരു യാത്രയുണ്ട്. എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസറെ കാണാൻ. അദ്ദേഹത്തിന് കേസിൽ എന്നെ സഹായിക്കാൻ പറ്റും. അല്ല, അദ്ദേഹം എവിടെയാ? കുറച്ച് അകലെയാ, ഹൈ റേഞ്ചിനടുത്ത്. അവിടെ ഒരു റിസോർട്ടിലാ ഉള്ളതെന്നാ പറഞ്ഞത്. ഭൂമി, എന്താ മാഡം? എന്നെ ആൻറ്റീന്ന് വിളിച്ചാൽ മതി. നമ്മൾ തമ്മിൽ അധികം ക്ലോസ് ആവാത്തോണ്ടാ. ഭൂമിയെപ്പോലെ എനിക്കൊരു മകളല്ലേ. ഭൂമി അനാഥയായി. വിധിയെന്നല്ലാതെ എന്തു പറയാനാ? അച്ഛനെ കൊന്നത് ആരാന്ന് വല്ല സംശയമുണ്ടോ? ഉണ്ട്. ആരാ? പൂർണ്ണ തെളിവാവാതെ പറയാൻ കഴിയില്ലല്ലോ. ആ, അത് ശരിയാ. അല്ല, ഭൂമി പറഞ്ഞല്ലോ അച്ഛൻ എഴുതിയ കത്ത്. അത് അജയ്ക്ക് കൊടുക്കാനല്ലേ? ഭൂമിന് 2 ദിവസം കഴിഞ്ഞല്ലേ വരൂ? അതെ. അമ്മയുടെ കേസിന്റെ കാര്യമല്ലേ? എത്രയും പെട്ടെന്ന് അജയ്ക്ക് കൈമാറുന്നതല്ലേ നല്ലത്? അല്ല, പെട്ടെന്ന് അന്വേഷിക്കാലോ. അത് ശരിയാ. കത്തിങ്ങി വന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. എന്ത്? എന്തെങ്കിലും മറന്നോ? ഇതാ ഞാൻ മറന്നത്. ഞാൻ വന്നിട്ട് കൊടുത്തോളാം. എന്താ? ഞാനവളെ പിന്തുടർന്നു. അവൾ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോയി. കുറെ നേരം അവിടെ കാവല് നിന്നു. പോലീസുകാർക്ക് എന്നെ സംശയം. അവിടെ നിൽക്കുന്ന പന്തികേടാണെന്ന് മനസ്സിലായി. എടാ മണ്ടൻ കമാലേ, അവൾ ഇവിടെ വന്നായിരുന്നു. എന്നെ ഫൂളാക്കിയിട്ട് പോയി. അവളുടെ കയ്യിലുള്ള കത്തുകൊണ്ട് അവളുടെ അമ്മയെ രക്ഷിക്കാൻ കഴിയുന്നു എന്ന് വെച്ചാൽ നമ്മളാണ് കൊല ചെയ്തെന്ന് കണ്ടെത്താൻ കഴിയുന്ന തെളിവുണ്ടെന്ന്. ആ കത്ത് കിട്ടിയില്ലെങ്കിലേ ഞാനും നീയും ഒക്കെ അകത്താവും. അവളെ അങ്ങ് പോക്കാം മേഡം. എടാ, അവളെ അല്ല പൊക്കേണ്ടത്, ആ കത്ത. അവള് നാളെ അതുകൊണ്ട് ഹൈറേഞ്ചിന് പോവാ അവളുടെ പ്രൊഫസറെ കാണാൻ. ആ കത്ത് അയാളെ കാണിക്കും. കമാലെ, അവളെ ഫോളോ ചെയ്യണം. അഡ്രസ് ഞാൻ പറയാം. ഹൈറേഞ്ചിലുള്ള ഒരു എസ്റ്റേറ്റാ. അവിടെ ഒരു റിസോർട്ടുണ്ട്. അവിടെ അയാൾ താമസിക്കുന്നത്. ഞാൻ ഏറ്റു മേഡം. ആ കത്തുമായിട്ടേ മടങ്ങി വരാവുള്ളൂ. ശരി, ആ കത്തുമായിട്ടേ ഞാൻ മടങ്ങി വരൂ. ഭവാനി, ആ ഉറങ്ങിക്കോളൂ. അവർ രാവിലെ എത്തുള്ളൂ. ആ
മോള് പോവാൻ റെഡിയായോ? കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതായിരുന്നു ലക്ഷ്മിച്ചി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ലക്ഷ്മിച്ചി, ഈശ്വരനായിട്ടാ ആ കത്തിപ്പ എന്റെ കയ്യിലെത്തിച്ചത്. ശങ്കരനാരായണൻ സാറിനെ കാണാൻ പോകാൻ തീരുമാനിച്ചപ്പോ തന്നെ അച്ഛന്റെ മെസ്സേജ് എന്നെ തേടി വന്നതാ, അമ്മയെ രക്ഷപ്പെടുത്താൻ. മോളെ, ആരാ നിന്നെ പിന്തുടർന്ന് വന്നെന്ന് പറഞ്ഞു? അറിയില്ല. അച്ഛന്റെ ജീവൻ എടുത്തവര് തന്നെയായിരിക്കും അതെന്ന് എനിക്ക് ഉറപ്പാ. എന്നാലും മോളെ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കുന്നവർക്ക് എവിടുന്നാ ശത്രുക്കളെന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, എന്നിട്ട് കത്ത് എന്ത് ചെയ്തു? അജയ് സാറിനെ ഏൽപ്പിക്കാൻ പറ്റിയില്ലെന്നല്ലേ മോള് പറഞ്ഞത്? അതിവിടെ ഈ വീട്ടിൽ സൂക്ഷിക്കാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് ഞാനത് എന്റെ കൂടെ കൊണ്ടുപോവാ. ബാഗിലുണ്ട്. അത് നന്നായി. ഇവിടെ വെച്ചാലും മോള് പോയി കഴിയുമ്പോ ആരെങ്കിലും വന്ന് മോഷ്ടിച്ചാലോ? ബസ് സ്റ്റാൻഡിലേക്ക് ഞാനൊരു ഓട്ടോ പറഞ്ഞിരുന്നു. വൈകിട്ടത്തേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? എന്തായാലും ഒരു ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും. സാർ എന്നെ ഇന്ന് തന്നെ തിരികെ പോരാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ലക്ഷ്മിച്ചി. ശരി, പോട്ടെ. കൈ വിടറി. മോളെ, ഓക്കെ അല്ലേ? ഓക്കെ. രാവിലെ പോയാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. അവരുടെ അവകാശത്തെ ബഹുമാനിക്കാന്ന് വിചാരിച്ചു. എല്ലാ ആഹാരവും കഴിക്കാവോ അവക്ക്? രണ്ടു നേരവും കഞ്ഞി മതിയെന്ന് പറഞ്ഞു. രാത്രി ഒന്നും കഴിക്കണ്ടെന്നും പറഞ്ഞു. അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം. അപ്പച്ചി, ദൈവം വെറുതെ പറയാ, എല്ലാം കഴിക്കാം. മോള് പോയി റെസ്റ്റ് എടുക്കട്ടെ അല്ലേ ഭവാനി? ഇന്നലത്തെ ഉറക്കക്ഷീണം ഉണ്ടാവും. 2 ദിവസം ലീവ് എടുത്ത് അജയ് എന്നെ ശുശ്രൂഷിക്കട്ടെ. ഇവനെടുത്തുണ്ടെങ്കിൽ എന്റെ എല്ലാ രോഗവും മാറും. അമ്മേ, ഇന്നെനിക്ക് സ്റ്റേഷനിൽ പോയേ പറ്റൂ. അപ്പച്ചി, ഇവനല്ലേ എന്നെ തള്ളിയിട്ടത്, അതുകൊണ്ട് ഇവൻ തന്നെ കൂടെ ഇരിക്കണം. അജയ്, നിനക്ക് ഒരു ദിവസം ലീവ് എടുക്കാമല്ലോ. ഇല്ല വല്യമ്മാ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഇന്നലെ ഭൂമി ഒരു കത്ത് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവും. ഇന്ന് ഭൂമിയുടെ വീട്ടിൽ പോയി കാണണം. സംഗീത, എന്താ ഏട്ടാ? എനിക്കൊരു ചായ വേണമായിരുന്നു. എടുക്കാം. മോക്ക് പാലെടുക്കാം അല്ലേ? മോള് മുറിയിലേക്ക് വെക്കും, ഞാൻ അങ്ങ് കൊണ്ടുവന്നേക്കാം. അമ്മ എഴുന്നേറ്റില്ലേ? ഹോസ്പിറ്റലിലെ കാര്യം അറിയാനിരുന്നതല്ലേ, വൈകിയ കിടന്നേ. ഏട്ടൻ വാ.
അവളാണ് യഥാർത്ഥ വില്ലത്തി. ഭൂമി വില്ലത്തി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുക. അവളെ വളർത്താൻ പാടില്ല. അനുപമ ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. വിവാഹ നിശ്ചയം അറിഞ്ഞ് ഓടിയെത്തുന്ന പെങ്ങളോട് സ്നേഹമായിട്ടൊന്ന് സംസാരിക്കേ. അജയ്, ദേ വേണമെങ്കിൽ ഞാനിത് കൊളാക്കി തരാം.